സന്തോഷമാണോ? എത്ര പേരുണ്ട് ഈ വയനാട്ടിൽ നിന്നുള്ളവർ? എഴുന്നേറ്റ് നിന്നേ. നിങ്ങൾ ഈ നാടിൻ്റെ നട്ടലല്ലേ? ആണോ? കർത്താവ് നിങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യട്ടെ. ഈ വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഓരോരുത്തരും, ഓരോ മക്കളെയും പ്രത്യേകമായ വിധം തന്നെ അഭിഷേകം ചെയ്യട്ടെ. അവൻ്റെ അഗ്നിയായി നിൻ്റെ ആത്മാവിൽ ചൂഴ്ന്നിറങ്ങി നിന്നെ സുഖപ്പെടുത്തി ശക്തനും കരുത്തനും ധീരനും ശക്തിയും കരുത്തിയും ധീരയുമാക്കട്ടെ. അമേൻ, അമേൻ, ഹല്ലേലൂയ. ഒരു നല്ല കടി നമുക്ക് തന്നെ കൊടുക്കാം. ഇരിക്കുക. ലൂക്കായുടെ സുവിശേഷം അധ്യായം 4, 18 മുതൽ വചനം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. യേശു കഫർനഹൂമിലെ സിനഗോഗിൽ വന്നപ്പോൾ വായിക്കാൻ വേണ്ടി പുസ്തകം, ദൈവത്തിൻ്റെ വചനം യേശുവിന് നൽകപ്പെട്ടു. യേശു പുസ്തകം തുറന്നപ്പോൾ യേശു കണ്ട വചനമാണിത്. 17 വചനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. എന്താണ് കണ്ടത്? കർത്താവിൻ്റെ ആത്മാവ്, ഏറ്റു പറ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം ഈ ദേശത്ത് മാംസം ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തൻ്റെ ദാസനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഞാൻ ഈ വയനാട്ടിലെ ശുശ്രൂഷയെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ വലിയൊരു എന്താണ് പറയേണ്ടത്, വലിയ അളവിൽ അനേകം ആത്മാക്കൾക്ക് ഇന്ന് ഉയർപ്പ് കൊടുക്കുന്ന ദിവസമാണ്. അതിന് കാരണം രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചത്. ഒന്ന്, സ്പിരിറ്റ് ജീസസിൻ്റെ കൂട്ടായ്മയിൽ ആയിരുന്ന് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ആത്മാക്കളുണ്ട്, രക്ഷപ്പെടാത്തവരുണ്ട്. അവർക്കൊക്കെയും രക്ഷയുടെ വിടുതലിൻ്റെ ദിവസമായി ദൈവം കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട്, ഈ ദേശത്ത് നൂറ്റാണ്ടുകളായി ഈ ദേശത്ത് ജീവിച്ച് മരിച്ചുപോയ അനേകം ആത്മാക്കൾ ബന്ധനസ്ഥരാണ്. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഘോഷം ഇവിടെ വന്നത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ഒരു കാരണം ഇത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നതാണ്, ഏറ്റവും അധികമായി ഈ അഭിഷേകം ഒഴുകിയ ഒരു പ്രദേശമാണ് വയനാടെന്ന് പറയുക. ഹല്ലേലൂയ. ഇനി മറ്റെല്ലാ ജില്ലകളെല്ലാം ഉപരിയായി കഴിഞ്ഞുപോയ കാലങ്ങളിൽ വളരെയേറെ ശുശ്രൂഷകൾ വയനാട്ടിൽ നടത്തപ്പെട്ടിട്ടുണ്ട്. കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും ഒക്കെയായിട്ട് ഒത്തിരിയേറെ ശുശ്രൂഷകൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ശുശ്രൂഷ വന്നപ്പോൾ കർത്താവ് വാസ്തവത്തിൽ ഈ അഭിഷേകത്തിൻ്റെ ദൗത്യം, സ്വദേശിൽ നിന്ന് അഭിഷേകത്തിൻ്റെ വിളിയതാണ്. എന്താണ് വിളി? ആത്മാക്കൾക്ക് രക്ഷ കൊടുക്കുക. അതാണ് ഇവിടെ വചനം പറഞ്ഞത്. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യം വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അയച്ചിരിക്കുകയാണ് അതിൻ്റെ ദാസരെ. ഞാൻ ഈ പ്രദേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വയനാടിനെ കുറിച്ച്. ഒത്തിരിയേറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒത്തിരിയേറെ കല്ലറകളുള്ള സ്ഥലം, ഒത്തിരിയേറെ ഗുഹകൾ,
ചരിത്ര പ്രാധാന്യമുള്ള ഒത്തിരിയേറെ ഇതിൻ്റെ പിന്നിലെല്ലാം ഒത്തിരി തലമുറകളുടെ കഥകളുണ്ട്. ഈ വയനാടുകാരനായ ഒരു ചരിത്ര അന്വേഷകനായ ഒരു ഇബ്രാഹിം ബെൻഹർ കേട്ടിട്ടുണ്ടോ? വയനാടുകാരനല്ലേ. ഒത്തിരിയേറെ പുസ്തകങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ചരിത്രത്തിലും പുസ്തകത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഈ വയനാടിനെക്കുറിച്ച് ഉള്ള ഭാഗത്ത് ഞാൻ കണ്ടതാണ്. അദ്ദേഹം പഠിപ്പിക്കുന്നൊരു കാര്യം, ഈ കല്ലറകൾ ഇത് മുഴുവനും യഹൂദന്മാരുടെ കല്ലറകളാണ്. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് യേശുക്രിസ്തുവിന് മുൻപ് BC 4-ാം നൂറ്റാണ്ടിലൊക്കെയും ഇന്ത്യയിലേക്ക് കടന്നു കയറിയ അനേകം ലക്ഷക്കണക്കിന് യഹൂദന്മാർ അതിന്ന് കേരളത്തിന് നാനായിടങ്ങളിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തന്നെ ഉണ്ട് ഒരേ രീതിയിലുള്ള കല്ലറകൾ. അതിനെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങളിലൊക്കെ അവർ സ്ഥിരീകരിച്ചതാണ് ഇതെല്ലാം യഹൂദന്മാരുടെ മാത്രം കല്ലറകളാണ്. പക്ഷെ പലതും അത് മനുഷ്യരത് മറ്റു പലതുമാക്കി മാറ്റി അത് ആരാധനയ്ക്ക് വേണ്ടി ചിലർക്ക് എടുത്തു, അതൊക്കെ മറ്റ് പല പല ആരാധനകളാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഇപ്പം ഞാൻ കടന്നു വരുന്ന ചിന്നക്കനാൽ അവിടെയാണ് ഇതുപോലെ ഒത്തിരിയേറെ കല്ലറകൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടത്. പക്ഷെ അതൊക്കെ മറ്റുള്ള ആളുകൾ കൈ കിട്ടിയപ്പോൾ അവരത് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ ആയിട്ട് അവർ ആരാധിക്കുകയാണ് അവിടെ. വാസ്തവത്തിൽ ഇവിടെയെല്ലാം ഇത്രമാത്രം യഹൂദന്മാർ, അതും യേശുവിന് മുമ്പ് 4-ാം നൂറ്റാണ്ടിലൊക്കെയും 5-ാം നൂറ്റാണ്ടിലൊക്കെയും BC-യിലാണ് ഈ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സംസ്കാരം, ഒരു ദൈവത്തിൻ്റെ ഒരു സംസ്കാരം, ഒരു യഹൂദൻ്റെ ഒരു സംസ്കാരം. അതായത് യഹൂദൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അറിഞ്ഞവനാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചിട്ടുള്ളവനാണ്. ഈ ദേശത്ത് വന്ന് ജീവിച്ച് ഇവിടെ മരിച്ചുപോയി, ഇവിടെ അടക്കപ്പെട്ട ഇന്ന് അവർക്കെല്ലാം വലിയ വിടുതലാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെയൊരു യഹൂദ പാരമ്പര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ചരിത്രം ഇന്ന് അന്വേഷിച്ചിരുന്നൊരു കാര്യമാണ്. കേരളത്തിലുള്ള സിറോ മലബാർ സഭാംഗങ്ങൾ ഭൂരിപക്ഷം ആളുകളും പാരമ്പര്യമായി ആ സഭയിലുള്ള ആളുകളെല്ലാം തന്നെ യഹൂദ പാരമ്പര്യമുള്ളവരാണ് എന്നൊരു പഠനം ലോകം നടത്തിയിട്ടുണ്ട്. അത് നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ പാരമ്പര്യം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരതത്തിൽ തോമാസ് ലീഹ വന്നപ്പോൾ കേരളത്തിൽ വന്നു, നേരെ കേരളത്തിലേക്കാണ് വന്നത്. തോമാസ് ലീഹ വന്ന വാസ്തവത്തിൽ തോമാസ് ലീഹ എവിടെ നിന്ന് അന്വേഷിച്ചത് ഈ യഹൂദന്മാരെയാണ്. അരമായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരെ തേടിയാണ് തോമാസ് ലീഹ കേരളത്തിലെ പലയിടങ്ങളിലും വന്ന് അവരോടാണ് വചനം പ്രസംഗിച്ചതെന്നും അവരെയാണ് മനസ്സാന്തരപ്പെടുത്തുന്നത്. അവരൊക്കെ ബ്രാഹ്മിൺസായിട്ട് മാറിയിരുന്നു, ഹൈന്ദവരായിട്ട് മാറിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ കുടിയേറി വന്ന നമ്മുടെ നാട്ടിൽ വന്നു ഇവിടുത്തെ പാരമ്പര്യം സ്വീകരിച്ച് അവരുടേതായെല്ലാം മറന്ന്, പക്ഷേ എങ്കിലും അവർ ജന്മനാലെ അവർക്ക് ലഭിച്ചതായ പാരമ്പര്യയോട് കിട്ടിയ ഭാഷ അതിൻ്റെ കുറേയൊക്കെ അവരിലുണ്ടായിരുന്നു. ദൈവീയ നിയമങ്ങളൊക്കെ അവർ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെയായി. ഈജിപ്തിലായിരുന്ന ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടതുപോലെ തന്നെ ഓരോ ദേശങ്ങളിലെയും കടന്നുപോയ യഹൂദ ജനം അതാ ദേശങ്ങളിലെ സംസ്കാരങ്ങളെ സ്വീകരിച്ച് അവരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തോമാസ് ലീഹ ഈ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ആദ്യം അന്വേഷിച്ച് ചെന്നത് ഇങ്ങനെയുള്ള ആളുകളെയാണ്. അരമായ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അവരോടാണ് അദ്ദേഹം വചനം പ്രസംഗിച്ചതും അവർക്കാണ് ജ്ഞാനസ്ഥാനം നൽകിയതും ആദ്യം അവരെയാണ് യേശുവിലേക്ക് കൊണ്ടുവന്നതും. ഇതൊരു സത്യമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളിന്ന് ഈ അഭിഷേകത്തുള്ളിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ്. രക്ഷയില്ല എന്ന് ലോകം വിധിച്ച മനുഷ്യൻ തൻ്റെ പഠനം കൊണ്ട് ഇവർക്കൊന്നും രക്ഷയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു വലിയ വിഭാഗം നഷ്ടപ്പെട്ട ആത്മാക്കൾ ഞാനിങ്ങനെ മനസ്സിലാക്കിയ വാസ്തവത്തിൽ അവരുടെ എല്ലാം വലിയ സന്തോഷമാണ്. കാരണം ഉണങ്ങി വരേണ്ട ഒരു ദേശത്ത് ജലമില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ ഒരു ദേശം ഉണങ്ങി വരേണ്ടപ്പോൾ ഒരു സ്ഥലത്ത് ഉറവയുണ്ട് എന്ന് അറിഞ്ഞാൽ സകല മനുഷ്യരും അവിടെ ചെല്ലും, പാത്രമായിട്ട് ചെല്ലും.
സകല മൃഗങ്ങളും പക്ഷികളും അവിടെ വരും ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ജീവൻ്റെ ഉറവ ഉള്ളത് സ്പിഡിൻ ജീസസിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ആത്മാക്കളുടെ മേഖലയിലെ വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണത്. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദമുണ്ട് ഇത് പ്രഘോഷിക്കുമ്പോൾ. കാരണം ഈ ഒരു വചനമാണ് ബന്ധനസ്ഥരായവരെ ബന്ധിതരെ വിടുവിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് ഈ ദേശത്ത്, അത് വയനാട്ടിൽ മാത്രമല്ല, ഞാനിവിടെ ആദ്യം സമർപ്പിച്ചിരുന്നല്ലോ, കേരള സംസ്ഥാനം, ഇന്ത്യ രാജ്യങ്ങളൊക്കെ സമർപ്പിച്ചു. അനേകം ഇടങ്ങളിലേക്ക് ഈ വചനം കടന്നു ചെല്ലും. ലോകത്തിൻ്റെ അതിലുവരെയും കടന്നു ചെന്ന് രക്ഷ കൊടുക്കുക. പ്രത്യേകിച്ചും ഈ ദേശത്തിൻ്റെ മേൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ, ഈ മണ്ണിൽ നിന്ന് പ്രഘോഷിക്കുമ്പോൾ, ഈ മണ്ണിലെ ഈ ഭൂമിയിലെ പൂളി ഇറങ്ങിയിട്ടുള്ള രക്ഷപ്പെട്ടിട്ടില്ലാത്ത ബന്ധനസ്ഥരായ അനേകം കോടി ആത്മാക്കളിലേക്കാണ് വചനം രക്ഷയായിട്ട് കടന്നു ചെല്ലുന്നത്. ദാനിയേൽ 12:2 വചനമാണ് മാംസം ധരിക്കുന്നത്. ഭൂമിയിലെ പൂഴി ഉറങ്ങുന്ന അനേകർ ഉണരുവെന്ന വചനം ഇന്നിവിടെ സ്പിരിറ്റ് അഭിഷേകത്തിലൂടെ ഈ വചനത്തിലൂടെ മാംസം ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേൽക്കാമോ? നിങ്ങൾ നിങ്ങളുടെ ദേശങ്ങളെ ഓർക്കുക. പ്രത്യേകിച്ച് വയനാട്ടിലുള്ളവർ ഈ ദേശത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷം കർത്താവിൻ്റെ കാരുണ്യം ഇവിടെ ഇറങ്ങി വരട്ടെ. സകല ബന്ധനസ്ഥരായ സകല ആത്മാക്കളിലേക്ക് കർത്താവിൻ്റെ വചനം കടന്നു ചെന്ന് അവരെല്ലാം യേശുവിനെ അറിയണം. യേശുവാണ് കർത്താവ് രക്ഷകരെന്ന് അവരറിയണം. ആ ദൈവത്തിൻ്റെ വചനം, ആ തിരുതലവാളേക്കാൾ മൂർച്ചയേറിയ വചനം. യോഹന്നാൻ 1:1 വചനം പറഞ്ഞിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായ വചനം ഇന്ന് ഇതാ ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ തടവറകളെ തകർത്ത് ആത്മാക്കളെ വിടുവിച്ച് മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി അവർ രക്ഷ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി അജ്ഞതയാലോ തങ്ങളുടെ പാപങ്ങളാലോ ബന്ധനസ്ഥരായി കിടന്ന സകല തലമുറകളിലേക്ക്, സകല ആത്മാക്കളിലേക്ക് കർത്താവിൻ്റെ വചനം കടന്നു ചെന്ന് അവരെ വീണ്ടെടുത്ത് വിടുവിക്കട്ടെ. യോഹന്നാൻ 5:26 യേശു അരുളി ചെയ്തു, മരിച്ചവർ ദൈവപുത്രനെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. 27-28 വചനം, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്നാൽ കലറുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞു എന്നുള്ളത് യേശു കുരിശിൽ മരിച്ചപ്പോൾ തൻ്റെ ആത്മാവിൽ യേശു നരകത്തിലേക്ക് ഇറങ്ങി നരകത്തിൻ്റെ ഇരുമ്പൊണാമ്പലുകളെ തകർത്ത് സാത്താൻ്റെ ആധിപത്യങ്ങളെ തകർത്ത് നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ബന്ധനസ്ഥരായ കോടിക്കണക്ക് ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ച് രക്ഷയുടെ കവാടം തുറന്നു കൊടുത്തു. യേശു മരിച്ചവരതും ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ മരിച്ചതും ഉയർപ്പിച്ച യേശുവിൻ്റെ അഭിഷേകം, യേശു വസിച്ച പരിശുദ്ധാത്മാവ്, അഭിഷേകമാണ് സ്പിരിറ്റ് ജീസസ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സ്പിരിറ്റിൻ്റെ അഭിഷേകത്തിലൂടെ നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് വചനം ഇറങ്ങിച്ചെന്നുകൊണ്ട് ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്, അവർക്ക് രക്ഷ കൊടുക്കുകയാണ്. അടിമകൾ സ്വതന്ത്രരാകണം, നരകത്തിയിൽ നിന്നും ആത്മാക്കൾ സ്വതന്ത്രരാകണം. യേശുവിൻ്റെ നാമത്തിൽ സ്പിരിറ്റിൻ്റെ അധികാര അഭിഷേകത്തിൽ അവരൊക്കെയും രക്ഷ പ്രാപിച്ചവരായിട്ട് മാറണം. ശത്രുവിൻ്റെ സാധാരണ അടിമത്തങ്ങളിലും അവരെല്ലാം സ്വതന്ത്രരാകട്ടെ. ഈ ഭൂമിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ബന്ധനസ്ഥനായ സകല ആത്മാക്കളും സ്പിരിറ്റിൻ്റെ നാമത്തിൽ കീഴടങ്ങി യേശുവിനെ കർത്താവ് സ്വീകരിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. അന്തരീക്ഷ ശക്തികൾ, ആകാശ ശക്തികൾ മനുഷ്യൻ എവിടെയെല്ലാം അവരെ ബന്ധിച്ച് വെച്ചിട്ടുണ്ട്. ദൈവങ്ങളായി ബന്ധിച്ച് വെച്ചിരിക്കുന്ന സകല അടിമകളെയും ബന്ധിക്കുന്നു. മനുഷ്യനെ അജ്ഞതയാൽ ഭയത്താൽ ആരാധിക്കുന്ന ദൈവങ്ങളെ വെച്ചിരിക്കുന്ന സകല അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. I command them all to surrender at the mighty name of Spirit in Jesus. കീഴടങ്ങട്ടെ, സകല ആത്മാക്കൾ കീഴടങ്ങട്ടെ, സകല പിശാചുകളും കീഴടങ്ങട്ടെ, സകല പിശാചുകളും കീഴടങ്ങട്ടെ. ലൂക്കാ 9:1 കർത്താവ് വെള്ളി ചെയ്ത I give you authority. എല്ലാ പിശാചുകളും അധികാരം നൽകുന്നു. തള്ളപ്പെട്ടുപോയ മലഹമാരിൽ രക്ഷപ്പെട്ടില്ലാതെ ഇനിയും കിടക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യ വഞ്ചിച്ച് കിടക്കുന്ന വ്യാജത്തിൻ്റെ ശക്തികളെ ബന്ധിച്ചുകൊണ്ട്, ആ നുണയന്മാരെ ബന്ധിച്ചുകൊണ്ട് കീഴടങ്ങട്ടെ. അവരെല്ലാം കീഴടങ്ങട്ടെ. യേശു ക്രിസ്തുവിനെ കാണാൻ പറ്റാത്തവണ്ണം, യേശുവിനെ അനുഭവിക്കാൻ പറ്റാത്തവണ്ണം അന്ധന്മാരായ അന്ധത ബാധിച്ചവരെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ആത്മാക്കൾ കണ്ണുകൾ തുറക്കപ്പെടട്ടെ.
നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ അന്ധത മാറട്ടെ. പ്രകാശം ലഭിക്കട്ടെ. യേശു എന്ന ദൈവത്തെ കാണുവാൻ, യേശു എന്ന രക്ഷകനെ കാണുവാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ്റെ കണ്ണിൽ തുറക്കപ്പെടട്ടെ. കർത്താവിനെ നിങ്ങൾ കണ്ടുമുട്ടട്ടെ. കർത്താവിനെ നിങ്ങൾ അനുഭവിച്ചറിയട്ടെ. സകല ആത്മാക്കളും കർത്താവിൻ്റെ വചനം കേൾക്കണം, സ്വതന്ത്രരാക്കപ്പെടണം. രക്ഷയുടെ വചനം, രക്ഷ സദ്വാർത്ത, ബന്ധനസ്ഥനായവർ, അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന, അടിമത്തിൽ കിടക്കുന്നവരെ, ആത്മാക്കളെ സ്വതന്ത്രമാകുക. നിങ്ങൾ അടിച്ചമർത്തിയ സതാന് തൊട്ടുപുറയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരട്ടെ, സ്വതന്ത്രരാകട്ടെ. പിശാചിന്റെ രാജ്യം പുലർത്താൻ വേണ്ടി കൊള്ളയടിച്ച് അടിമപ്പെടുത്തിയ സകല ആത്മാക്കളും പുറത്തു വരിക. നിങ്ങളുടെ ചങ്ങലകൾ തകരട്ടെ, നിങ്ങളുടെ ബന്ധനങ്ങൾ തകരട്ടെ. ബി ഫ്രീ, ബി ഫ്രീ, ബി ഫ്രീ. തന്നെ ശ്രുതിക്കട്ടെ, എല്ലാവരും ശ്രുതിക്കണമേ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു ദൈവമേ, നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകും. ഹല്ലേലൂയ. ഒരു വലിയ കാര്യം ഇവിടെ സംഭവിച്ചിട്ടും നിങ്ങൾക്ക് ആർക്കും ഒരു തീക്ഷ്ണതയില്ലെന്ന് തോന്നിപ്പോവുകയാണ്. കൈകൊട്ടണ്ട. എനിക്കറിയാം ഇവിടെ സംഭവിക്കുന്ന വലിയ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു തീക്ഷ്ണതയോ സന്തോഷമോ നിങ്ങളിൽ കാണുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കാണുന്നില്ല, നിങ്ങളുടെ സ്തുതിപ്പിൽ കാണുന്നില്ല. നിങ്ങൾക്ക് വലിയ ഭാരങ്ങൾ പെറുന്നവരെ പോലെ നിൽക്കുകയാണ്. ഒരു അഭിഷേകത്തിൻ്റെ ജ്വലനം നിങ്ങളിൽ കാണുന്നില്ല. നിങ്ങളിലേക്ക് അഭിഷേകം വന്നതുകൊണ്ടാണ് നിങ്ങളെ ഉണർത്താൻ വേണ്ടി. എന്നിട്ട് പോലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എത്ര പേരുണ്ട് സ്പിരിച്വൽ ധ്യാനം കൂടിയിട്ടുള്ള യോഗിക്ക്? സ്പിരിച്വൽ ധ്യാനം കൂടിയിട്ടുള്ള എല്ലാവരും തന്നെ വളരെയധികം ആൾക്കാരും കൂടിയവരാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നിൻ്റെ ആത്മാവിൻ്റെ മേൽ വന്ന ഭാരം എന്താണ്? നിൻ്റെ അഭിഷേകം അത് പാലുപോലെ പരിശുദ്ധമാണ്, കലർപ്പില്ലാത്തതാണത്. അതിന് മേൽ വന്നു വീണ മറ്റു ഭാരങ്ങൾ. പക്ഷെ നീ പാവമൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നിൻ്റെ പ്രാർത്ഥനാ രീതികളോ, നീ കേൾക്കുന്ന ലോകത്തിൻ്റെതായ കാര്യങ്ങളോ, അഭിഷേകമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വരുന്നതായ എന്തുമാകട്ടെ, പ്രാർത്ഥനകളോ പ്രഘോഷങ്ങളോ ഒക്കെയും നിൻ്റെ ആത്മാവിൻ്റെ മേൽ ഭാരങ്ങളാണ്. സ്പിരിറ്റിൻ്റെ അഭിഷേകം, ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ്. ദ പെർഫെക്റ്റ്നെസ് ഈസ് ദെയർ. അപൂർണത എവിടെ ഉണ്ട്? അത് പാലുപോലെ കലർപ്പില്ലാത്ത പരിശുദ്ധമായ നിർമ്മലമായ അഭിഷേകമാണത്. നീ അതിനുമേൽ കൊണ്ട് വെച്ചിട്ടുള്ള ലോകത്തിൻ്റെതായ പ്രഘോഷണങ്ങളും മറ്റുള്ളവരുടേതായ പ്രാർത്ഥനകളും മറ്റുള്ളവരുടേതായ പ്രബോധനങ്ങളും ഒക്കെ നിൻ്റെ ആത്മാവിൻ്റെ മേൽ അത് ഭാരമായി കിടക്കും. നിൻ്റെ ആത്മാവിന് സ്വതന്ത്രമാകാൻ പറ്റില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് നോക്ക്. നിൻ്റെ ആത്മാവിൻ്റെ മേൽ അത് വലിയ ഭാരമായിട്ട് വന്നിട്ടുണ്ട്. കേട്ടിട്ടുള്ളതും കണ്ടതുമായ പല കാര്യങ്ങളും പാപങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷേ ആത്മീയ തലങ്ങളായിരിക്കാം. ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ മേൽ വന്ന ഭാരങ്ങളെ എടുത്ത് മാറ്റിത്തരണമേ. ഇതിൽ വസിക്കുന്ന അഭിഷേകത്തെ തളർത്തി കളഞ്ഞ, ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ, ലോകത്തിൻ്റെതായ എല്ലാ തരത്തിലുള്ള ഞാൻ കണ്ടത് കേട്ടതുമായി എൻ്റെ ആത്മാവിൽ വന്നിട്ടുള്ളതൊക്കെ ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ ഇവിടെ വരും, എവിടെയും ഓടി നടക്കും. അതെല്ലാം നിൻ്റെ അഭിഷേകത്തെ ചോർത്തിക്കളയും. ഒരു സ്പിരിച്വലായിട്ട് ജീവിക്കണമെങ്കിൽ ബാക്കിയെല്ലാം മാറ്റിവെക്കണം, ഉച്ഛിഷ്ടമാക്കണം. കാരണം ഇതിനപ്പുറത്ത് ഇനി ഒരു അഭിഷേകമില്ല. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വസിച്ച പരിശുദ്ധാത്മ ശക്തിയാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. അതിനപ്പുറത്ത് വേറൊരു ശക്തിനെ വരാനായിട്ടില്ല, ഒരഭിഷേകം വരാനായിട്ടില്ല. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ തിരിച്ചറിയാതെ യേശു പറഞ്ഞു, ഇതാ മിശിഹ അവിടെയുണ്ട് കേൾക്കുമ്പോൾ നീ ഓടരുത്. മരുഭൂമിയിലുണ്ടെന്ന് പറയും, മുറിയിലുണ്ടെന്ന് പറയും, നീ ഓടിപ്പോകരുത്. നിനക്ക് ലഭിച്ചതിനെ നീ തിരിച്ചറിയണം. അതിൻ്റെ മൂല്യം, അതിൻ്റെ ശക്തി എത്ര മാധുര്യമുള്ളതാണ്, എത്ര മൂർച്ചയുള്ളതാണ്, എത്ര ശക്തിയുള്ളതാണ് എന്ന് നീ തിരിച്ചറിയണം. അറിവ് അനേകം പേർക്കില്ല. ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. അതെല്ലാം അവസാനിപ്പിക്കുക. നിനക്ക് നൽകപ്പെട്ട, നിന്നിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നീ സ്നേഹിക്കുക.
സ്പിരിറ്റ് അഭിഷേകത്തെ സ്നേഹിക്ക്. അത് നിന്നെ ശക്തനാക്കി മാറ്റും, കരുത്തനാക്കി മാറ്റും, കരുത്തയാക്കി മാറ്റും. അവിടെ മറ്റൊരു മായവും വരാൻ അനുവദിക്കരുത്. ദൈവത്തെ പിടിക്കാം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, കർത്താവ് നിങ്ങളെല്ലാം ശക്തമായിട്ട് അഭിഷേകം ചെയ്യും. ഈ 2 ദിവസക്കാലം നിങ്ങൾക്ക് വലിയ അഭിഷേകത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾ വിശദീകരണം സംഭവിക്കണം. ഞാനീ പറഞ്ഞ ഒരു മേഖലയിൽ നിങ്ങളുടെ ആത്മാവിൽ വന്ന ഈ ഭാരം നിങ്ങൾക്ക് സ്തുതിക്കാൻ പോലും പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ സ്പിരിറ്റ് അഭിഷേകത്തെ നിങ്ങൾക്ക് പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരംഭത്തിൽ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ജ്വലനം, ആ വീര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവിടെ നഷ്ടപ്പെടുത്തു പോയി. അത് തിരിച്ചു വരണം. അത് അഗ്നിയായിട്ട് മാറണം നിൻ്റെ ആത്മാവിൽ. അതിനെതിരായി അന്നു മുതൽ വന്നിട്ടുള്ള വിപരീതങ്ങളായുള്ള എന്തെല്ലാമാണോ അതെല്ലാം എടുത്ത് മാറ്റപ്പെടണം. നിൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ മക്കളെയും കെട്ടഴിച്ചു കൊടുത്തുകൊണ്ട്, എവിടെയാണ് തെറ്റുപറ്റുന്നത് തിരിച്ചറിവ് കൊടുത്തുകൊണ്ട് സ്വീകരിച്ച അഭിഷേകത്തെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ തുറവി, ഒരു വലിയ കൃപ അവർക്കുണ്ടാകട്ടെ. ഓരോ മകനും മകൾക്കും ഉണ്ടാകട്ടെ, ഒരു കുഞ്ഞിനുണ്ടാകട്ടെ. ശ്രുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ ശ്രുതിച്ചേ, ഹൃദയം തുറന്ന് ശ്രുതിച്ചേ, അതരം തുറന്ന്. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. കൈകൾ ശിരസിൽ വയ്ക്കുക, കൈകൾ ശിരസിൽ വയ്ക്കുക. സാംസനെ വരിഞ്ഞു കിട്ടിയ ചണക്കയറുകളുടെ മേൽ ഇറങ്ങി വന്ന അഗ്നി നിനക്ക് തിരിച്ചറിവുണ്ടായെങ്കിൽ, എവിടെയാണ് നിൻ്റെ അഭിഷേകം സ്വാതന്ത്ര്യമില്ല ഞെരുക്കപ്പെട്ടു പോകുന്ന തിരിച്ചറിവ് നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഗ്നി വരും. നീ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞ ഒരു മേഖല അത് വളരെ ശക്തമാണ്. ഞാൻ അറിയുകയാണ്, വീണ്ടും പറയുക. നിങ്ങൾക്ക് സ്പിരിറ്റ് അഭിഷേകത്തിൽ ആദ്യം കിട്ടിയ ആ ഒരു ജ്വലനം നഷ്ടപ്പെടുപോയി പലർക്കും. അത് മറ്റു പലതും ഇവിടെ കയറി വന്നു. മറ്റു പല വിശ്വാസങ്ങളും മറ്റു പല പ്രഘോഷങ്ങളും മറ്റു പലരുടെയും കൈവയ്പ്പുകൾ കയറി വന്നു. സ്പിരിറ്റ് അഭിഷേകത്തിൻ്റെ ശക്തിയെ അവിടെ അത് മന്ദീഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം. ഒരു യഥാർത്ഥ സ്പിരിറ്റുകാരൻ അതിനകത്ത് ജീവിക്കണമെങ്കിൽ അതാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കണം. ഈ അഭിഷേകമാണ് ഏറ്റവും മൂല്യമുള്ളതെന്ന് തിരിച്ചറിയണം. ഞാനത് വീണ്ടും വീണ്ടും പറയും. അതിനപ്പുറത്ത് വേറൊന്നില്ല, വേറൊന്നും വരാനില്ല ഇനി. കാരണം അത് യേശുവിൽ വസിച്ച അഭിഷേകമാണ്. ദൈവപുത്രനായ യേശുവിനെ പൂർണ്ണ ദൈവമാക്കി മാറ്റി 3 വർഷക്കാലം പൗലോസ് പറയുന്നുണ്ട്, മരിച്ചവരിൽ യേശുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. യേശുവിനെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. പിതാവിൻ്റെ ആത്മാവാണ് യേശുവിനെ ഉയർപ്പിച്ചത്. ആത്മാവ്, അതാണ് യേശു വസിച്ച അഭിഷേകം. സ്പിരിറ്റ് ഇൻ ജീസസ്. അഭിഷേകമാണ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അഭിഷേകം പരിശുദ്ധമാണ്, ശക്തമാണ്, സാർവത്രികമാണ്. അതെല്ലായിടത്തും ആധിപത്യം അധികാരമുള്ളതാണ്. അത് തിരിച്ചറിയണം. കയ്യിൽ തലവെച്ച് തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹൃദയത്തിൽ കിടന്ന എല്ലാ കെട്ടിലും അഴിഞ്ഞു പോകട്ടെ. ചിന്തകളിൽ ഓർമ്മകളിൽ കെട്ടിൽ അഴിഞ്ഞു പോകട്ടെ. സ്പിരിറ്റ് ഉണരട്ടെ. റൈസ്. സ്പിരിറ്റ് ഉണരട്ടെ. അഗ്നി ഉണരട്ടെ. അഭിഷേകം ഉണരട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. സ്വതന്ത്രനാകട്ടെ, സ്വതന്ത്രയാകട്ടെ. Be free, be free, be free. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചത് കേൾക്കുട്ടിക്കൊണ്ട് ശ്രദ്ധിക്കും. കേൾക്കുട്ടിക്കൊണ്ട് ശക്തമായി കേൾക്കുട്ടിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഓ ശരം ബറ 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 ശരി രി 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 രി. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കാനുണ്ട്. ഇവിടെ ഞാൻ പറയാം. വചനം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കേണ്ട മേഖല എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 37 അധ്യായത്തിൽ നിൽക്കണം, ഇരിക്കരുത്. 11 വചനമാണ്. എസെക്കിയേൽ 37 എന്ന് പറയുന്നത് അസ്ഥികളുടെ താഴ്വരയെ കുറിച്ചാണ്. അസ്ഥികളുടെ കൂമ്പാരം കാണിച്ചു കൊടുത്തു. പ്രവാചകനോട് പറഞ്ഞു, പ്രവചിക്കാനും പറഞ്ഞു. അസ്ഥികൾ കൂടിച്ചേർന്ന് ശബ്ദമുണ്ടായി. അതിൽ മാംസം ഉണ്ടാകാൻ കൽപ്പിച്ചു. മാംസം വന്നു. അതിൽ ഞരമ്പുകൾ ഉണ്ടാകാൻ കൽപ്പിക്കാൻ പറഞ്ഞു. ഞരമ്പുകൾ വന്ന് മൂടി. സ്കിൻ ത്വക്കുണ്ടാകാൻ കൽപ്പിക്കാൻ പറഞ്ഞു. ത്വക്ക് വന്ന് മൂടി.
അത് ജീവനില്ലാത്ത ശവശരീരങ്ങളായിരുന്നു മുഴുവനും. കർത്താവ് പറഞ്ഞു, നീ ജീവശ്വാസം കൽപ്പിക്കാൻ പറഞ്ഞു. ജീവശ്വാസം വന്ന് പ്രവേശിച്ചപ്പോൾ അവരെല്ലാം എഴുന്നേറ്റ് നിന്നു, ജീവനുണ്ടായി. ഹല്ലേലൂയ. ഈ അസ്ഥികൾക്ക് ജീവൻ കൊടുത്തതിന് ശേഷം കർത്താവ് ദൈവം ഒരു കാര്യം ഇവിടെ പറയുകയാണ്, പ്രവാചകനോട് പറയുകയാണ്. 11 മുതൽ വചനം. അവിടെ നിന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിചിതരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമേ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവ് ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ആദ്യ കർത്താവ് കാണിച്ചു തന്നതാണ്, അസ്ഥികളോട് പ്രഘോഷിക്കാൻ പറഞ്ഞു. അപ്രകാരം അസ്ഥികളോട് പ്രവാചകൻ പ്രഘോഷിച്ചപ്പോൾ ചിതറിക്കിടന്ന അസ്ഥികളെല്ലാം കൂടിച്ചേർന്നു. അസ്ഥി പഞ്ചരങ്ങളെല്ലാം ചിതറി കിടക്കുകയായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യ അസ്ഥി പഞ്ചരം ഉണ്ടായിരുന്നു ഇവിടെ. ഒരുപക്ഷേ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരായിരിക്കാം. പക്ഷെ കാണിച്ചു കൊടുത്തു. ഇതിന് പ്രവചിക്കാൻ പറഞ്ഞ് പ്രവചിച്ചു. അസ്ഥികൾ കൂടിച്ചേർന്ന് ഒരു ശബ്ദമുണ്ട്, ഒരു കിരികിര ശബ്ദം. അതെല്ലാം യഥാസ്ഥാനത്ത് കടന്നു പോകുന്ന ഒരു അസ്ഥിപഞ്ചരമായിട്ട് മാറി. വീണ്ടും കൽപ്പിച്ചു. മാംസപേശികൾ വെച്ച് പിടിപ്പിക്കപ്പെട്ടു, ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കപ്പെട്ടു, തൊക്ക് വെച്ച് പിടിപ്പിക്കപ്പെട്ടു. ഓരോ വചനവും കടന്നു വന്ന് അവസാനം കൽപ്പിച്ചു. ജീവശ്വാസത്തെ വിളിച്ചു, ജീവശ്വാസം വന്നു, ജീവൻ കൊടുത്തു. ഒരു വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. ഇത് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഇത് പറയുകയാണ്, ഇങ്ങനെ പ്രവചിക്കുക, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. അവർ പറയുകയാണ്, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരാണ് എന്നവർ പറയുന്നു. ആകയാൽ നീ അവരോട് പ്രവചിക്കുക. ദൈവകർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചു, എൻ്റെ ജനമേ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. അപ്രകാരം ഞാൻ ഉയർത്തുമ്പോൾ നിങ്ങൾ അറിയും. എന്താ അറിയുന്നത്? ഞാനാണ് കർത്താവ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവാണ് കർത്താവ് എന്ന് എല്ലാവരും അറിയുന്നൊരു കാര്യത്തെക്കുറിച്ച് ദൈവം പ്രവചിച്ചിരുന്നു. ഇന്ന് ഈ നാളുകളിൽ കർത്താവ് ദൈവം ഈ കല്ലറകൾ തുറന്നുകൊണ്ട് ഇതാ യേശുവിനെ അവർ കാണിച്ചു കൊടുക്കുക, രക്ഷ കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അത് യേശുവിനെ സംഭവിച്ചു. യേശു നരകത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മത്തായി സുവിശേഷം 27:50 വായിക്കുന്നു, യേശു കുരിശിൽ മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങി, പാറകളിൽ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ച വിശുദ്ധമായ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു, വിശുദ്ധാത്മാക്കൾ ഉയർപ്പിക്കപ്പെട്ടു. എന്നാൽ ഈ ബന്ധനസ്ഥനായി കിടന്ന ആദം മുതൽ ഇങ്ങോട്ട് കിടന്ന കോടിക്കണക്ക് ആത്മാക്കൾ കിടന്ന നരകത്തിലേക്കാണ് യേശു ഇറങ്ങിച്ചെന്നത്. ഇവിടെ കല്ലറ എന്ന് ഉദ്ദേശിക്കുന്നത് മരിച്ചവരുടെ ലോകമാണ്. കാരണം കല്ലറയിൽ കിടക്കുന്ന ആത്മാക്കളല്ല, ശരീരങ്ങൾ അവിടെ അടക്കപ്പെട്ടതാണ്, അവരവിടെ ഇല്ല. പക്ഷെ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ സ്വാധീനം ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് പറയുകയാണ്, ഐ വിൽ ഓപ്പൺ ദ ടോംസ്, ഞാൻ കല്ലറകൾ തുറക്കും, അത് മരിച്ചവരുടെ ലോകം തുറക്കും. അപ്പോൾ നിങ്ങൾ അറിയും യേശുവാണ് കർത്താവ് എന്ന്. എന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ തലമുറയിൽ. സ്പിരിച്വലിലൂടെ സംഭവിക്കും. നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് ആത്മാക്കൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഫിലിപ്പിയൻ 2:9-10 വരുന്നതിന് പൂർത്തീകരണം കൂടിയാണ്. ആകയാൽ ദൈവം യേശുവിനെ ഉയർത്തി, അധികമായിട്ട് ഉയർത്തി. അത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുള്ള എല്ലാവരും മുട്ടുകളും മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ അധരങ്ങളും ഏറ്റുപറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ അധരവും ഏറ്റുപറയും. എന്താ ഏറ്റുപറയുന്നത്? യേശു ക്രിസ്തു കർത്താവാണ്. ആമേൻ. അതാണ് എസെക്കിയേൽ പ്രവചിച്ചത്. എല്ലാ അധരവും ഏറ്റുപറയും. അതാണ് നിങ്ങൾ അറിയും ഞാനാ കർത്താവ്. നിങ്ങൾ അറിയുന്നതുകൊണ്ട് അർത്ഥം അതാണ്. എല്ലാവരും ഏറ്റുപറയണം യേശു ക്രിസ്തു കർത്താവാണ്. ഇന്ന് സ്പിരിച്വലിൻ്റെ അഭിഷേകത്തിലൂടെ നഷ്ടപ്പെട്ട ആത്മാക്കൾ ഈ വചനം കേട്ടുകൊണ്ട് അവർ ഏറ്റുപറയുകയാണ്. അതായിട്ട് പറയുന്നത് യേശു ക്രിസ്തുവാണ് കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെട്ടവർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സംഭവം ദൈവമേ കർത്താവ് പ്രവചിച്ചു. അത് യേശുവിൻ്റെ കാലത്ത് സംഭവിച്ചു.
രണ്ടാമത് ഇപ്പോൾ സ്പിരിറ്റിൻ്റെ അഭിഷേകത്തിലൂടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഈ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്നവർക്കുള്ള അവകാശമാണ് പരിശുദ്ധാത്മാവ്. അതാണ് അവരുടെ രക്ഷയുടെ പ്രാർത്ഥനയിലുണ്ട്. അവർ ദൈവരാജ്യത്തെ പ്രവേശിപ്പിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ടും വചനം കൊണ്ടും അവരെ സ്നാനപ്പെടുന്ന ശുശ്രൂഷണത്തുണ്ട്. ആത്മാക്കൾ രക്ഷപ്പെടുന്ന ആ പ്രാർത്ഥന സമയത്ത് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. എന്താണ് സ്വന്തം ദേശം? സ്വർഗരാജ്യമാണ്, പർദീസയാണ് സ്വന്തം രാജ്യം. അവിടെ വസിപ്പിക്കും. ഇതാണ് വാഗ്ദാനം. എന്ന് പറഞ്ഞാൽ സകല ആത്മാക്കൾക്കും ദൈവമേ കർത്താവ് രക്ഷ കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വയനാടിൻ്റെ ഈ ഭൂമിയിൽ ഇവിടെ ജീവിച്ച് മരിച്ചുപോയി ഇവിടെ ഉറങ്ങുന്ന കോടിക്കണക്ക് ആത്മാക്കളിലേക്ക് കർത്താവിൻ്റെ ശക്തി ഇറങ്ങിച്ചെന്ന് കല്ലറകളെ തുറന്ന് കർത്താവ് അവരെ വീണ്ടെടുക്കുകയാണ്, വിട്ടുവയ്ക്കുന്ന നിമിഷമാണിത്. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. എല്ലാ അടിമകളും കീഴടങ്ങി യേശുവിനെ കർത്താവ് സ്വീകരിക്കണം. രക്ഷ പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ഇനി നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, മനുഷ്യനോട് ബന്ധപ്പെട്ട കാര്യമാണ്. കർത്താവ് പറഞ്ഞു, കല്ലറകൾ തുറക്കും. അത് ഭൂമിയിലുള്ള കല്ലറകളാണ്. പക്ഷെ നമ്മുടെ ശരീരം നിരവധി കല്ലറകളാണ്. മനുഷ്യ ശരീരത്തിൽ ഇഷ്ടംപോലെ കല്ലറകൾ എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ സ്വാധീനമുണ്ട്. രക്തത്തിലുണ്ട്, മാംസത്തിലുണ്ട്, ഹൃദയത്തിൽ, ആത്മീയ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, എല്ലായിടത്തും സ്വാധീനം. തലച്ചോറിലുണ്ട്. ഇതൊക്കെ ആത്മാക്കളുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് പറയുന്നത് കല്ലറകളാണത്. കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും മോചിപ്പിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ശരീരത്തിലുള്ള തലമുറകളുടെ സ്വാധീനങ്ങൾ വലുതൊരു കുറിച്ച് പിടിച്ചു, ഇടതൊരു നെഞ്ചിൽ വെച്ചുകൊള്ളുക. നിന്റെ തല മുതലുള്ള കാലം വരെ ശരീരത്തിലുള്ള തലമുറകളുടെ സ്വാധീനമുള്ള സകല കല്ലറകളും തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ വാഗ്ദാന പ്രകാരം സകല കല്ലറകളും തുറക്കപ്പെടട്ടെ. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിൽ, ഓരോ രക്തത്തുള്ളികളിൽ, തലച്ചോറിലെ കോശങ്ങളിൽ, ഹൃദയത്തിൻ്റെ മനുഷ്യതലങ്ങളിൽ, നടിഞ്ഞരമ്പുകളിൽ, അസ്ഥികളിലെ മജ്ജയിൽ, എവിടെയെല്ലാം സ്വാധീനമുള്ള ഓരോ ആത്മാക്കളുടെ സ്വാധീനങ്ങൾ ഇപ്പോൾ പുറത്തു വരട്ടെ. ആ കല്ലറകൾ തുറക്കപ്പെട്ട് അടിമകൾ പുറത്തു വരട്ടെ, തലമുറകൾ പുറത്തു വരട്ടെ, ശരീരങ്ങളെ വിടട്ടെ, വിട്ടു മാറട്ടെ. ശരീരത്തെ വിട്ടു മാറ്, വിട്ടു മാറ്, വിട്ടു മാറ്. കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. ആരാധന, സ്തോത്രം, മഹത്വം, ആരാധന. എൻ്റെ വലതുകരം ശിരസിൽ വയ്ക്കുക, തലയിൽ വയ്ക്കുക, നെറ്റിയുടെ മുകളിലായിട്ട്. വിരലുകൾ പിന്നോട്ട് നിൽക്കത്തക്ക വണ്ണം കൈപ്പത്തി നെറ്റിയുടെ മുകളിലായിട്ട് തലയുടെ മുകളിൽ വയ്ക്കുക. കണ്ണടയ്ക്കുക. നിന്റെ തല മുതലുള്ള കാല് വരെ എവിടെയെല്ലാം ശരീരത്തിലുള്ള തലമുറയുടെ സ്വാധീനങ്ങൾ, ആ രോഗങ്ങളായി, ശാരീരിക രോഗങ്ങളായി, പീഡകളായി, നിന്നെ ഞെരുക്കുന്ന, പീഡിപ്പിക്കുന്ന പാരമ്പര്യ രോഗങ്ങളുടെ സകല ദുരാത്മാക്കളും I command them to come out and to surrender in the name of Spirit in Jesus. പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. നിന്റെ നാട്ടിലെ കസേരകളെ വിട്ട് പുറത്തു വരട്ടെ. നിന്റെ സന്ധിബന്ധങ്ങളെ വിട്ട് പുറത്തു വാ, പുറത്തു വരട്ടെ. ആന്തരിക അവയവങ്ങളെ വിട്ട് പുറത്തു വരട്ടെ. ഹൃദയപേശികൾ, ഹൃദയത്തിലെ വാൽവുകളെ വിട്ട് പുറത്തു വരട്ടെ. ശ്വാസകോശങ്ങളെ വിട്ട് പുറത്തു വരട്ടെ. ആമാശയത്തെ, കുടലുകളെ, ഗർഭാശയത്തെ വിട്ട് പുറത്തു വരട്ടെ. എല്ലാ സ്വാധീനങ്ങൾ വിട്ടു മാറട്ടെ. ആമാശയ രോഗങ്ങൾ വിട്ടു മാറ്, ഗർഭാശയ രോഗങ്ങൾ വിട്ടു മാറ്. കിഡ്നികൾ, ലിവറ് സ്വതന്ത്രമാകട്ടെ. സ്വാധീനങ്ങൾ വിട്ടു പുറത്തു വരട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളെയും വിട്ടു പുറത്തു വാ. ഉള്ളിലുള്ള അസിഡിറ്റി, ഉദരസംബന്ധമായ രോഗങ്ങളെല്ലാം വിട്ടുമാറ്. അപ്പനുള്ള വലിയപ്പനുള്ള അതേ രോഗം എനിക്കുണ്ടെന്ന് പറയുന്ന സഹോദര സഹോദരി, be free right now. നിന്റെ വലിയപ്പൻ്റെയോ വലിയമ്മയുടെയോ അപ്പൻ്റെയോ നിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെയോ സ്വാധീനങ്ങളെ I uproot it. I command you to come out and to surrender and to leave the child of God right now.
right now, right now. വിട്ടുമാറട്ടെ. നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. സ്തുതിക്കുന്നു. സ്തോത്രം. രണ്ട് കൈകൾ ചെവിയുടെ പുറകില മുകളിലായിട്ട് ഇങ്ങനെ വെക്കണം, ഇരുവശങ്ങളായിട്ട്. നിങ്ങളുടെ തലച്ചോറിലെ കോശങ്ങൾ കണ്ണടച്ചു കൊള്ളുക. അവിടേക്കെല്ലാം തന്നെ ശക്തി വ്യാപരിക്കട്ടെ. തലച്ചോറിലെ ജീവൻ നഷ്ടപ്പെട്ട കോശങ്ങൾ, 2000 കോടി കോശങ്ങൾ ഒരു പുരുഷൻ്റെ തലയിലുണ്ട്. തലച്ചോറിൽ 1900 കോടി കോശങ്ങൾ ഒരു സ്ത്രീയുടെ തലച്ചോറിലുണ്ട്. ഇത്രമാത്രം കോടിക്കണക്കിന് കോശങ്ങൾ. എത്ര എണ്ണമാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയത്? അതിലൂടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, ബുദ്ധി നഷ്ടപ്പെട്ടു. ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന തലച്ചോറിലെ കോശങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലട്ടെ. Every spirit of darkness, evil spirits, I bind you, I command you all to come out and to surrender and to leave the child of God right now, right now. വിട്ടുമാറ്. തലച്ചോറ് സ്വതന്ത്രമാകട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. ജീവൻ നിറയട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി. ശ്രുതിക്കുക. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. നിങ്ങളുടെ കരങ്ങൾ കണ്ണു തുറക്കുക. നിങ്ങളുടെ കൈകൾ, 2 കൈയും ഇങ്ങനെ തലയുടെ പിൻഭാഗം മുഴുവൻ കഴുത്തു വരെയുള്ള എല്ലാ സ്ഥലവും കയ്യിൽ കൊണ്ട് നിങ്ങളിങ്ങനെ അഭിഷേകത്തെ അവിടേക്ക് നിവേശിപ്പിക്കുക. പ്രത്യേകമായിട്ട് തലയുടെ പിൻഭാഗത്ത് കഴുത്തുവരെയും ചെവിയുടെ പുറകെ ഇരുവശങ്ങളിലും അവിടെ എല്ലാം അഭിഷേകം നിറയട്ടെ. ഒരു മനുഷ്യന് ഏറ്റവും അധികമായി തലമുറയുടെ സ്വാധീനമുള്ളത് അവൻ്റെ ശിരസിൻ്റെ പിന്നിലാണ്. അവിടെ നിങ്ങൾ ശക്തമായിട്ട് അവിടെ നിങ്ങൾക്ക് കൈകൾ പ്രസ് ചെയ്യാം. അവിടെയെല്ലാം കൈ വിരൽ കൊണ്ട് നിങ്ങൾക്ക് അമർത്തി ആ ഓരോ സെല്ലുകളിലേക്കും ജീവൻ കടന്നില്ലാൻ വേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അവിടെ നാഡീഞരമ്പുകളും അവിടെ കൂടിയിരിക്കുന്ന അശുദ്ധാത്മകളെല്ലാം, എല്ലാ തലമുറകളും പുറത്തു പോകട്ടെ. വിട്ടുമാറ്. ഇതേ കർത്താവ് കല്ലറകൾ തുറന്നിരിക്കുന്നു. എല്ലാ കല്ലറയും തുറക്കപ്പെട്ടതിനാൽ എല്ലാ അടിമകളും പുറത്തു പോകണം. വിട്ടുമാറ്. തലമുറകളെല്ലാം വിട്ടുമാറ്. കർത്താവ് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. ഇവിടെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈയുടെ വിരലുകൾ, ഈ 4 വിരലുകൾ കഴുത്തിൻ്റെ പിൻഭാഗത്ത്, നട്ടലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഓരോ കശേരുകളിൽ നിങ്ങൾ അമർത്തി പിടിക്കുക. എത്ര കശേരയിൽ പിടിക്കാൻ പറ്റുമോ കഴുത്തിൻ്റെ ഏറ്റവും മുകളിൽ മുതൽ ഉള്ള കശേരുകളിൽ അമർത്തി പിടിക്കുക. കണ്ണടയ്ക്കുക. എൻ്റെ നട്ടിലെ കശേരുകളിലേക്ക്, സ്പൈനൽ കോഡിലേക്ക് ജീവൻ ഇറങ്ങിച്ചെല്ലട്ടെ. അവിടെ ജീവൻ ഉണ്ടാകട്ടെ. നട്ടിലെ കശേരുകളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ശാപത്തിൻ്റെ ചങ്ങൽ അഴിഞ്ഞു വീഴട്ടെ. എല്ലാ അടിമകളും വിട്ടുമാറ്. നട്ടിലെ കശേരുകൾ വിട്ടുമാറ്. വിട്ടുമാറട്ടെ. സ്വതന്ത്രരാകട്ടെ. നട്ടിൽ വേദന ഉണ്ടാക്കുന്ന തലമുറകളായി നട്ടിൽ വേദന ഉണ്ടാക്കുന്ന സകല അടിമകളും കീഴ്വട്ടങ്ങ് യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്തെ നീ കഴുകപ്പെടുകയാണ്. ഇപ്പോൾ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം നിന്നെ ഒഴുകി വീഴുകയാണ്. എല്ലാ ആത്മാക്കളും വിട്ടുമാറും. കമൗട്ട്. പുറത്തു വാ. ഇരിക്കേണ്ട ഇടം അവിടെയല്ല. വിട്ടുമാറ്. നടുവ് സ്വതന്ത്രമാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളെയും ബന്ധിക്കുന്നു. തലമുറകളിൽ പിതാക്കന്മാർ ഒന്നാം പ്രമാണ ലംഘനം നടത്തി വിജാതീയ ശക്തികൾക്ക് സേവിച്ചതിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ആധിപത്യങ്ങളും നിന്നെ വിട്ടുപോകട്ടെ. നിന്റെ ശരീരത്തെ വിട്ടും മാറട്ടെ. വീണ്ടും നിങ്ങളുടെ ഈ 4 വിരലുകൾ പിൻഭാഗത്ത് ഇടുപ്പലുകളുടെ
നട്ടിലെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നമുക്ക് കൈവെക്കാൻ പറ്റുന്ന ഭാഗത്ത് 4-5 കശേരുകൾ തൊടുതക്കവണ്ണം അമർത്തി പിടിക്കുക. നിങ്ങളുടെ വിരലുകൾ അവിടെ തൊട്ടിരിക്കണം. ആ നട്ടിലേക്ക് കർത്താവിൻ്റെ ജീവൻ ഇറങ്ങി വരട്ടെ. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥം ഉണ്ടാകാനും ഒലിച്ചത് എൻ്റെ ജീവൻ, സമർത്ഥമായ ജീവൻ നിൻ്റെ തണ്ടലിൽ നിറയട്ടെ, നിൻ്റെ നട്ടിലെ കശേരുകൾ നിറയട്ടെ, നിൻ്റെ ഇടുപ്പിലേക്ക് അത് വ്യാപിക്കട്ടെ, നിൻ്റെ കാൽ തൊടുകളിലേക്ക് വ്യാപിക്കട്ടെ. വെരിക്കോസ് വെയിൻ വിട്ടു മാറിപ്പോട്ടെ, കാൽ വേദന വിട്ടു മാറട്ടെ, മസിൽ ഉരുണ്ടു കയറുന്ന വേദന വിട്ടു മാറട്ടെ, കാൽമുട്ട് വേദന വിട്ടു മാറട്ടെ, കാൽമുട്ടിൽ തേയുന്ന രോഗങ്ങൾ വിട്ടു മാറട്ടെ, കണങ്കാലുകൾക്ക് ശക്തി ലഭിക്കട്ടെ, ജീവൻ ലഭിക്കട്ടെ, കാൽഭാഗങ്ങൾ ജീവൻ ഉണ്ടാകട്ടെ, ഇവിടെ എല്ലാം ജീവൻ ഉണ്ടാകട്ടെ. നട്ടിലെ കശേരുകൾ, വാരിയലുകൾ, നിന്റെ ഷോൾഡറുകൾ, ഇരുകരങ്ങൾ, വലതുകരത്തിലും ഇടതുകരവും 2 കരങ്ങളും പൂർണ്ണമായി സ്വതന്ത്രമാകട്ടെ. ആമേൻ. സൗഖ്യം, സൗഖ്യം, ജീവൻ, ജീവൻ നിറയട്ടെ. കൈയെടുത്ത് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഗ്ലോറി. സ്തുതിക്കുന്ന ദൈവമേ നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം, ആരാധന. ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. വലതുകരം ഉദരത്തിൽ വയ്ക്കുക, എല്ലാ കണ്ണും അടയ്ക്കുക. അറിഞ്ഞും അറിയാതെയോ ഉദരത്തിൽ വന്നിട്ടുള്ള അർപ്പിത വസ്തുക്കളുടെ സ്വാധീനങ്ങൾ, വിഷാംശം, തലമുറയിലൂടെ കടന്നു വന്നിട്ടുള്ള പാരമ്പര്യമായ ഉദര രോഗങ്ങൾ, ഇതിന് മുന്നിൽ നിൽക്കുന്ന അർപ്പിത വസ്തുക്കളുടെ സ്വാധീനങ്ങളെ ഐ ബൈൻഡ് ഇറ്റ് ആൻഡ് ബന്ധിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളും ഉദരത്തെ വിട്ടു മാറിപ്പോട്ടെ. കുടലിലുള്ള രോഗങ്ങൾ, അൾസർ, ഗ്യാസ്, ഗർഭാശയ രോഗങ്ങൾ, സിസ്റ്റ്, ബ്ലീഡിങ്, എന്തെല്ലാം തിന്മയുടെ സ്വാധീനങ്ങൾ, അതെല്ലാം വിട്ടുപോ, ഔട്ട്. സകല അന്യശക്തിയിലും വിട്ടുമാറ്. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ഇവിടെ ഒരു പിശാചിനോട് ഇടമില്ല. ഔട്ട്, വിട്ടുമാറ്. സൗഖ്യം പ്രാപിക്കട്ടെ. കൈയോട് ശ്രദ്ധിക്കണേ, വരെ വെച്ച് ശ്രദ്ധിച്ച് ഹല്ലേലൂയ. ശരി, വിശ്വാസം ശ്രദ്ധിച്ച്, വിശ്വാസപൂർവ്വം ശബ്ദം വരട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, നീ സ്തോത്രം, അങ്ങേക്കും മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കൈകൾ നെഞ്ചിൽ വയ്ക്കുക. ഹൃദയശതങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. എനിക്ക് ലഭിച്ചിട്ടുള്ള തിരസ്കരണങ്ങൾ, മാതൃഗർഭം മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള എല്ലാ മുറിവുകൾ, തിരസ്കരണത്തിൻ്റെ മുറിവുകൾ, എല്ലാം സൗഖ്യം ഉണ്ടാകട്ടെ. ജീവൻ നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, ദുഃഖം വിട്ടുപോകട്ടെ, നിരാശ വിട്ടുപോകട്ടെ, ഭയം വിട്ടുപോകട്ടെ, ക്രോധം വിട്ടുപോകട്ടെ, അമർഷം വിട്ടുപോകട്ടെ, ശോഭം വിട്ടുപോകട്ടെ, സമാധാനം കുടികൊള്ളട്ടെ, സമാധാനം നിറയട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, ആത്മസന്തോഷം ഉണ്ടാകട്ടെ, ഭയം വിട്ടുമാറട്ടെ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. പൂർണ്ണമായ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം നിറയട്ടെ. സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ സ്നേഹത്താൽ നീ നിറയട്ടെ. നിറഞ്ഞ് നിന്റെ ആത്മാവ് കരുത്ത് പ്രാപിക്കട്ടെ. ഗ്ലോറി, ആമേൻ. ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. വലതുകരത്തിൻ്റെ വിരലുകൾ, 2 വിരലുകൾ കണ്ണുകളിൽ വയ്ക്കുക. കണ്ണുകളിലുള്ള എല്ലാ തിന്മയും വിട്ടുപോകട്ടെ. കണ്ണുകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. കണ്ണ് കാഴ്ചയുണ്ടാകട്ടെ. കണ്ണ് കണ്ടിട്ടുള്ള അശുദ്ധമായ പാപകരമായിട്ടുള്ള എല്ലാ തിന്മയും പിടിതെറിയുന്നു. ഔട്ട്. കണ്ണുകൾ സ്വതന്ത്രമാകട്ടെ. കണ്ണുകൾക്ക് ജീവനും പ്രകാശവും ഉണ്ടാകട്ടെ. കർത്താവിനെ കാണാതിൻ്റെ കണ്ണുകൾ ആന്തരിക തുറക്കപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വം കാണാതിൻ്റെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശം ഉണ്ടാകട്ടെ. Let there be light. വെളിച്ചം ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. എല്ലാ തിന്മയും വിട്ടുമാറ്. കണ്ണിൻ്റെ എല്ലാ അന്ധതയും വിട്ടുമാറിപ്പോട്ടെ. കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ ബന്ധിക്കുന്നു. ആമേൻ. ജീവൻ നിറയട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. കൈയുടെ 2 വിരലുകൾ ചെവിയിലേക്ക് വയ്ക്കുക. ഇരു ചെവിയോട് ചേർത്ത് വയ്ക്കുക. 2
വിരലുകൾ കർണപുടങ്ങളോട് ഈൽഡ്രമ്മിനോട് ജീവൻ നിൻ്റെ കൈവിരലിലൂടെ ജീവൻ ഉള്ളിലേക്ക് പാഞ്ഞു ചെല്ലട്ടെ. നിൻ്റെ ഈ ഡ്രമ്മുകൾ സ്വതന്ത്രമാകട്ടെ. കേൾവിയില്ലാത്ത കാതുകൾക്ക് കേൾവി ലഭിക്കട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. ചെവിയിലുള്ള എല്ലാ വേദന വിട്ടു മാറ്. രോഗങ്ങൾ വിട്ടു മാറ്. ചെവി പഴുപ്പ് വിട്ടു മാറ്. കേൾവിക്കുറവ് വിട്ടു മാറ്. ഈ ഡ്രം സ്വതന്ത്രമാകട്ടെ. സ്വതന്ത്രമാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവുകയിലൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹീതയാവുന്നു. നിങ്ങളുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. വലതുകരത്തിൻ്റെ പെരുവിരൽ നിൻ്റെ ചുണ്ടുകൾ അമർത്തി വയ്ക്കുക. നാവിനോട് ചേർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റാത്ത, നാവ് കൊണ്ട് തിന്മ പറയുന്ന, നാവിൽ തിന്മ മാത്രം വരുന്ന നാവിനുള്ള ശാപത്തെ ബന്ധിക്കുന്നു. എൻ്റെ നാവ് സ്വതന്ത്രമാകട്ടെ. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ നിന്റെ നാവ് ശുദ്ധീകരിക്കപ്പെടട്ടെ. നാവിലുള്ള എല്ലാ പൈശാചികളെ ബന്ധിക്കുന്നു. വിട്ടുപോട്ടെ. അധരങ്ങൾ സ്വതന്ത്രമാകട്ടെ. ശുദ്ധീകരിക്കപ്പെടട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ ഇന്ദ്രിയങ്ങളും സ്വതന്ത്രമാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. സ്കിന്നിലുള്ള ത്വക്ക് സംബന്ധമായ എല്ലാ അലർജികൾ വിട്ടുപോകട്ടെ. ഇവിടെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. നെറ്റിന് കുരിശടയാളം വരയ്ക്കുക. വിശുകുരിശൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകും. രണ്ട് കൈ ഉയർത്തി പിടിക്കാം. കർത്താവേ, അവിടുന്ന് എൻ്റെ ശരീരത്തിലെ കല്ലറകളെ തുറന്നു. എൻ്റെ ഹൃദയത്തിലുള്ള കല്ലറകൾ, എൻ്റെ ഹൃദയത്തിലെ എൻ്റെ അബോധ മനസ്സ് കിടക്കുന്ന എല്ലാ തലമുറകളുടെ സ്വാധീനങ്ങളും ബന്ധിച്ചുകൊണ്ട് അവരെല്ലാം വിട്ടുമാറട്ടെ. അബോധ മനസ്സ് സ്വതന്ത്രമാകട്ടെ. ഉപബോധ മനസ്സ് സ്വതന്ത്രമാകട്ടെ. ഹൃദയശതങ്ങളുടെ സ്ഥാനം പിടിച്ചുള്ള എല്ലാ അശുദ്ധാത്മാക്കളും വിട്ടുമാറ്. ഉപബോധ മനസ്സ് സ്വതന്ത്രമാകട്ടെ. ബോധ മനസ്സിനെ ബന്ധിക്കും. ബോധ മനസ്സ് ശക്തി പ്രാപിക്കട്ടെ. ജീവൻ പ്രാപിക്കട്ടെ. കരുത്താർജിക്കട്ടെ. മനസ്സ് ശക്തമാകട്ടെ. നിന്റെ ചിന്തകളെ ബന്ധിക്കുന്നു. ചിന്തകളിൽ കിടക്കുന്ന എല്ലാ പൈശാചികളെ ബന്ധിക്കുന്നു. ചിന്തകൾ സ്വതന്ത്രമാകട്ടെ. ദുഃഖത്തിൻ്റെ ചിന്ത, പാപകരമായ ചിന്ത, വെറുപ്പിൻ്റെ ചിന്ത, അതിൻ്റെ എല്ലാ വേരുകളെ ബന്ധിക്കുന്നു. ചിന്തകൾ സ്വതന്ത്രമാകട്ടെ. അവിടെയുള്ള അടിമകളെ ബന്ധിക്കുന്നു. കം ഔട്ട്. പുറത്തു വരട്ടെ. ചിന്തകൾ സ്വതന്ത്രമാകട്ടെ. നിന്റെ മനസാക്ഷിയിലുള്ള ആധിപത്യങ്ങളെ ബന്ധിക്കുന്നു. എല്ലാ തിന്മയും വിട്ടും മാറ്. മനസാക്ഷി സ്വതന്ത്രമാകട്ടെ. നിന്റെ ഓർമ്മകളെ ബന്ധിക്കുന്നു. ദുഃഖകരമായ ഓർമ്മകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, പഴയ കാര്യം ഓർക്കുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നു, വിങ്ങിപ്പൊട്ടി പോകുന്നു, കരഞ്ഞു പോകുന്നു, അല്ലെ ഭയന്നു പോകുന്ന ഇങ്ങനെയുള്ള എല്ലാ ക്ഷതങ്ങളെ ബന്ധിച്ചുകൊണ്ട് അതിനെല്ലാം പിന്നെ നിൽക്കുന്ന അടിമകൾ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. വിട്ടുമാറ്. കീഴടങ്ങട്ടെ. തന്നെ ശുദ്ധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. സ്തുതിക്കുന്നു കർത്താവേ. നന്ദി, ആരാധന. എല്ലാ കലകളും തുറക്കപ്പെട്ട എല്ലാ ആത്മാക്കളും വിട്ടുമാറി. പുതിയ ശരീരം, പുതിയ ഹൃദയവും പുതിയ മനസ്സും ഉണ്ടാകട്ടെ. പുതിയ ഹൃദയം ഉണ്ടാകട്ടെ. പുതിയ മനസ്സുണ്ടാകട്ടെ. പുതിയ ശരീരം ഉണ്ടാകട്ടെ. എല്ലാം പുതുതായി തീരട്ടെ. എല്ലാം നവീകരിക്കപ്പെടട്ടെ. പുതിയ സൃഷ്ടിയായി മാറട്ടെ. തന്നെ വീണ്ടും സ്തുതിക്കണം. ശക്തമായി സ്തുതിക്കണം. നന്ദിയോടെ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇരു കരങ്ങളെ ശിരസിൽ വയ്ക്കുക. രണ്ട് കൈകളും ശിരസിൽ നന്ദിയോടെ തലയിൽ വയ്ക്കുക. ഇത് നൽകിയ വലിയ വിടുതൽ. ഇത് അവിടുത്തെ അഭിഷേകം നിറങ്ങി വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി നിറയട്ടെ, 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 നിറയട്ടെ. തന്നെ സ്തുതിച്ച് ഹല്ലേലൂയ, ഗ്ലോറി. Be filled, be filled and be filled. Glory. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. ഇവിടെ കരങ്ങൾ അടിച്ചു വെത്താൻ നന്ദി പറയാം. എൻ്റെ പേര് ഡേസൺ, ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഈ കഴിഞ്ഞു പോയ മണിക്കൂറുകൾ വലിയൊരു യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ച ഒരു അനുഭവമാണ് എനിക്ക് ലഭിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഒരു വീണ്ടും ജനന ധ്യാനത്തിൽ പങ്കെടുത്താൽ ലഭിക്കുന്നത് പോലെയുള്ള ഒരു വിടുതൽ, ആത്മീയമായും ശാരീരികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം, സൗഖ്യം
ഈ കഴിഞ്ഞു പോയ ഈ മണിക്കൂറുകളിലെ ശുശ്രൂഷയിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത്രയും ശക്തമായ ഒരു ശുശ്രൂഷ, പൊതു ശുശ്രൂഷ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. ഇത്രയും ശക്തമായിരുന്നു ഈ കഴിഞ്ഞു പോയ മണിക്കൂറുകൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു സാക്ഷ്യം കഴിഞ്ഞ 13-ാം തീയതി മിനിഞ്ഞാന്ന് സൂര്യനെല്ലി മേലാൻഡിൽ വെച്ച് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സൗഖ്യം എനിക്ക് കിട്ടി. ഞാൻ അവിടെ പറഞ്ഞിരുന്നു, എൻ്റെ തൊണ്ടയിൽ ടോൺസിലസിൻ്റെ ഇത് വന്ന് പഴുത്ത് ഇരിക്കുകയായിരുന്നു. ഭയങ്കര ഉമിനീര് ഇറക്കുമ്പോൾ പോലും ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി രോഗസൗഖ്യങ്ങളും വലിയൊരു അഭിഷേകത്തിൻ്റെ പെരുമഴയാണ് മിനിഞ്ഞാന്നത്തെ 13-ാം തീയതി ശുശ്രൂഷയിൽ സൂര്യനെല്ലിൽ സംഭവിച്ചത്. ഒരു വ്യത്യസ്തമായൊരു ശുശ്രൂഷയായിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പോൾ അവിടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഇത് മാറിയാൽ എനിക്ക് സാക്ഷ്യം പറയണം കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ ആൻറ്റിബയോട്ടിക് മേടിച്ച് 300 ചില്ലാൻ രൂപയുടെ ഗുളിയും മേടിച്ച് പിന്നെ ഞാൻ രാത്രി മുതൽ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ആ ഗുളിയും കൊണ്ടാണ് ഞാൻ വന്നത് അവിടെ. അപ്പോൾ ഞാനിത് മാറി കഴിഞ്ഞാൽ എനിക്ക് സാക്ഷ്യം പറയണം കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ സമയത്ത് മാറിയില്ല. അവിടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ വീഴുന്നവരെ പിടിക്കാനായിട്ട് പുറകിൽ നിന്നു. നമ്മുടെ കാനഡയിൽ വന്ന ആ സഹോദരൻ സാക്ഷ്യം പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് നോക്കിയപ്പോൾ ഞാൻ ഉമിനീര് ഇറക്കിയപ്പോൾ എനിക്കൊരു വേദനയും അനുഭവപ്പെട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് ഇന്നലെ ഞാൻ കൂടാരത്തിൽ ചെന്ന് ഞാൻ തൊണ്ടയിൽ നോക്കിയപ്പോൾ പഴുപ്പ് പൂർണ്ണമായി മാറി. യാതൊരുവിധ പഴുപ്പിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല, യാതൊരു വേദനയോ അസ്വസ്ഥതകളോ ഒന്നുമില്ല. പരിപൂർണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ.